സൂര്യാകുമാരിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ദൈപ്പ ശരിയാക്കി തരാൻ പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നിൽക്കുന്നത് ശ്രീനാരായണ കോളേജിലാണ്, അതായത് ശ്രീനാരായണ ലോ കോളേജിലാണ്. ഇത് പൂത്തോട്ട എന്ന് പറഞ്ഞ് നമ്മുടെ എറണാകുളത്തൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. വളരെ മനോഹരമായ ഒരു കോളേജാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഇവിടുത്തെ കുട്ടികൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കും. ഓക്കെ, നമ്മളിന്ന് കുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്നത് കാലാപാനി എന്ന ഹിറ്റ് ചിത്രത്തിൽ ലാലേട്ടൻ ബ്രിട്ടീഷുകാരോട് പറയുന്ന ഒരു കിടിലൻ ഡയലോഗുണ്ട്. അതാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അവരത് എങ്ങനെ പെർഫോം ചെയ്യും നമുക്ക് നോക്കാം. അത് എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. സുഖമല്ലേ? സുഖമായിട്ടിരിക്കും. നാട് എവിടെയാണ്? നാട് ഇവിടെ എറണാകുളം തന്നെ. ഇവിടെ ഇപ്പോൾ ഏത് ഇയറാണ്? ഞാനിപ്പോൾ തേർഡ് ഇയർ ആണ്. ഓക്കെ, പാട്ട് പാടുമല്ലോ ബാധ? ചെറുതായിട്ട് കണ്ടാലറിയാം. പാതിച്ചാരും നിന്റെ കണ്ണിൻ നീലജാലകമോ മാഞ്ഞു പോകും മാരി വില്ലും മൗനഗോപുരമോ പ്രണയം തുളുമ്പുമോർമയിൽ വെറുതെ തുറന്നു നീ നനഞ്ഞു നിൽക്കുമഴകേ നീനിക്കു പുണരാ ജൂണിലെ നിലാമഴയിൽ നാണമായവളെ ഒരു ലോലമാം നറുതുള്ളിയ ഒരു ലോലമാം നറുതുള്ളിയ നിന്റെ നെറുകയുന്നു എൻ ഹൃദയം. നല്ല സെലക്ഷനുമായിരുന്നു. സ്ക്രിപ്റ്റ് മറന്നു കാണുമായിരിക്കും ഇപ്പോൾ. The moment you give us freedom, we will start fighting over power, religion, states and language. At the end of it, നിങ്ങളുടെ വരുന്നതിന് മുമ്പ് ഈ രാജ്യം പല പല കൊച്ചു രാജ്യങ്ങൾ പോലെ തല്ലിപ്പിരിവെന്ന് The moment you give us freedom, we will start fighting over religion, power, states and language. At the end of it, നിങ്ങളുടെ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന പോലെ ഈ രാജ്യം പല കൊച്ചു രാജ്യങ്ങളായി തല്ലിപ്പിരിയുമെന്നല്ലേ? ദാറ്റ്സ് യുവർ ഇൻറ്റൻഷൻ. നിങ്ങൾ ഇന്ന് ഭരിക്കുന്ന ഓരോ രാജ്യവും സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും പുരോഗമിക്കരുതെന്നുള്ള ഫ്യൂഡൽ കോംപ്ലക്സ്. അതിനായി ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പേരിൽ മതത്തിൻ്റെ വൈരാഗ്യത മതവൈരാഗ്യത ഇന്നേ പാകിയിരിക്കുന്നു. നിങ്ങളിന്ന് ഈ ചെയ്യുന്ന ഈ ദ്രോഹം നാളെ ഈ നാടിന് സ്വാതന്ത്ര്യം കിട്ടിയാലും ആളിപ്പടരും. That will destroy this country. But there will be one day that India will realize that there is only one religion. India has only one religion, that is patriotism. നിന്റെ കാര്യവർക്കും എനിക്ക് സങ്കടമുണ്ട്. ആ പോയ മുതലിനൊക്കെ സഹിക്കണ്ടേ? നല്ല വിശേഷം. ദിവ്യ പാട്ട് പാടുമെന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇല്ല, ഞാൻ പാട്ട് പാടില്ല. ആരാണ് പറഞ്ഞു? നീയല്ലേ പറഞ്ഞു പാടുമെന്ന്? അന്തസ് വേണോടാ, അന്തസ്. ഇത്രയും പ്രായമായ ഒരു മനുഷ്യൻ ജോലി കഴിഞ്ഞ് രാത്രി വന്ന് ഉറങ്ങാൻ കിടക്കുമ്പം വിളിച്ചുണർത്തി ശല്യപ്പെടുത്തുന്നത് ശരിയാണോടാ? അപ്പൊ ദിവ്യ ഏത് ഇയറായി ഇപ്പൊ? സെക്കൻഡ് ഇയർ. നാട് എവിടെയാണ്? ആലുവ. അപ്പൊ നമുക്ക് ആക്ടിങ്ങിലേക്ക് പോവല്ലേ? റെഡി, ആക്ഷൻ. The moment you നിക്കട്ടെ, പേടിയാവുന്നത്. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. The moment you give us freedom, we'll start fight for our state, religion, power and languages. At the end of it, നിങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് ഈ രാജ്യങ്ങൾ പല പല കൊച്ചു രാജ്യങ്ങളായി തല്ലിപ്പിരിയണം എന്നല്ലേ? ദാറ്റ്സ് വാട്ട് യുവർ ഇന്റൻഷൻ. പക്ഷെ നിങ്ങൾ ഭരിക്കുന്ന ഇങ്ങനത്തെ സ്വാതന്ത്ര്യം ഇങ്ങനെ സ്വാതന്ത്ര്യം കിട്ടുന്ന നിൽക്കട്ടെ. എനിക്ക് അറിഞ്ഞൂടാ. അറിയില്ലേ? ഇന്ന് രണ്ടിലൊന്ന് തീരുമാനം. താരകണ്ണൻ
നിങ്ങൾ ഈ ഭരിക്കുന്ന ഈ രാജ്യങ്ങൾ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ പുരോഗമിക്കരുത് എന്നുള്ളത് നിങ്ങളുടെ ഫ്യൂഡൽ കോംപ്ലക്സ്. അതിനെ പറയുന്നതാണ് ഡിവൈഡ് ആൻഡ് റൂൾ. അതിന്റെ ഒരു പോളിസി എന്ന് പറയുന്നത് മതവൈരാഗ്യ പടരാ. പക്ഷേ നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ദ്രോഹം അത് ഈ കൺട്രി അല്ല രാജ്യത്തെ ഡിസ്ട്രോയ് ചെയ്യും. അത് പടരും, കത്തിപ്പടരും. അല്ലല്ല, ഈ ചെയ്യുന്ന ദ്രോഹം ആള് പടരും, ആള് കത്തും. പക്ഷെ അപ്പൊ ഇന്ത്യൻസ് ഷുഡ് റിയലൈസ് ദാറ്റ് നമുക്ക് we have only one religion, that is patriotism. നിനക്ക് അഭിനയത്തിൽ പത്മശ്രീ കിട്ടും. ദേവി എല്ലാരും ഹെൽപ്പ് ചെയ്തോണ്ടിരുന്ന ഒരാളാണ് കേട്ടോ. പക്ഷെ എനിക്ക് ഓർമ്മയില്ല. അതാണ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖം സുഖം. അപ്പോ നാട് എവിടെയാണ്? കാഞ്ഞിരപ്പള്ളി, കോട്ടയം. പാട്ട് പാടുമല്ലോ? ഇല്ല ഇല്ല, പാട്ട് പാടില്ല. റെഡി, ആക്ഷൻ. The moment you give us freedom, at the end we fight over religion, state, power and languages. At the end of it, നിങ്ങൾ ഇവിടെ വരുന്നതിന് മുൻപുണ്ടായിരുന്ന പോലെ ഈ രാജ്യം പല പല കൊച്ചു രാജ്യങ്ങളെ തള്ളി പിരിവെന്നല്ല. ദിസ് ഈസ് യുവർ ഇന്റൻഷൻ. നിങ്ങളിന്ന് ഭരിക്കുന്ന ഒരു രാജ്യവും നാളെ സ്വാതന്ത്ര്യം കിട്ടിയാലും പുരോഗമിക്കാൻ പാടില്ലെന്ന ഫ്യൂഡൽ കോംപ്ലക്സ്. ഡിവൈഡ് ആൻഡ് റൂൾ. ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പേരിൽ മതവൈകാരത്തിന്റെ വിത്തുകൾ ഇന്നേ പാകിട്ടുള്ളത്. പക്ഷെ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഈ ദ്രോഹം നാളെ ഈ രാജ്യത്തിന് ദ്രോഹമാകും. ബട്ട് there will be ആളിപ്പടരും. സ്വാതന്ത്ര്യം അല്ല, മതങ്ങൾ ആളിപ്പടരും. സ്വാതന്ത്ര്യം എന്താണ് ഇത്? എന്റെ ഗുരുവായൂരം അത് പോയി. This is patriotism. Anyway, ഞാൻ പോകുന്നു. Bye bye. യെസ്, നീലിമ പറഞ്ഞോട്ടെ. എന്തൊക്കെയാണ്? അല്ല, ഒന്നുമില്ല. ഹാപ്പി അല്ലേ? ഏത് ഇയർ ആയി? ഇപ്പോൾ സെക്കൻഡ് ഇയർ. തുടങ്ങാം. അതെ, തുടങ്ങാം. ഇവിടെയല്ലേ? നാടോടെ? ഇവിടെ എറണാകുളം വൈപ്പിൻ്റെ. റെഡി, ആക്ഷൻ. The moment you give us freedom, we will start fights over religion, power. The moment you give us freedom, we will start fights over power, religion, state and language. At the end of it, നിങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നതുപോലെ ഈ രാജ്യം പല പല കൊച്ചു രാജ്യങ്ങളായി തല്ലിപ്പിരിയുമെന്നല്ലേ? ദാറ്റ് ഇസ് യുവർ ഇന്റൻഷൻ. നിങ്ങൾ ഇന്ന് ഭരിക്കുന്ന ഒരു രാജ്യവും നാളെ സ്വാതന്ത്ര്യം കിട്ടിയാലും പുരോഗമിക്കാൻ പാടില്ല എന്നുള്ള നിങ്ങളുടെ ഫ്യൂഡൽ കോംപ്ലക്സ്. ഇതിനെയാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോളിസിയുടെ പേരിൽ മതവൈരാഗ്യത്തിന്റെ വിത്തുകൾ ഇന്നേ പാകിയിട്ടുള്ളത്. നിങ്ങൾ ഈ ചെയ്യുന്ന ദ്രോഹം നാളെ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയാലും ആളിപ്പടരും. അത് നമ്മുടെ രാജ്യത്തെ നശിക്കുക തന്നെ ചെയ്യും. This will destroy our country, but there will be one day every Indians will realize that there is only one religion, that is patriotism. ഇപ്പൊ ഇങ്ങനെ വെളുപ്പിന് എഴുന്നേറ്റ് പഠിക്കാൻ തുടങ്ങും. എഴുന്നേക്കാനും പറയണ്ട, പഠിക്കാനും പറയണ്ട. നന്നായാ മതിയായിരുന്നു. ബുദ്ധിയുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കണില്ല. ബുദ്ധിയുണ്ട്, അത് ഉപയോഗിക്കാനും തുടങ്ങിയിരിക്കണു. വരട്ടെ. നമ്പീശനകത്ത് വ്യായാമം കാണുമല്ലോ അല്ലേ? പഠിച്ച കള്ളനാ ചക്കൻ. ഹായ്, എന്താണ് വിശേഷം? സുഖം. എല്ലാരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. താങ്ക് യു. നാട് എവിടെയാണ്? ഇവിടെ എറണാകുളത്ത് തന്നെയാ. പാട്ട് പാടുവോ? അങ്ങനെയൊന്നുമില്ല. പാടും. നിർബന്ധിച്ചാ പാടും. അതാ നിർബന്ധിച്ചിരിക്കുന്നു. അതും ഏറ്റവും ബാക്കിൽ നിൽക്കുന്ന ആളുടെ ബാക്കിലി. എന്നാ പിന്നെ ഞാൻ അപ്പുറത്തെ പറമ്പിൽ പോയി നിന്ന് പാടിയാലോ? എങ്കിൽ വളരെ സന്തോഷം. ശരി.
വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ കളിയാടി നിൽക്കും കഥനം നിറയും യമുനാ നദിയായി മിഴിനീർ വഴിയും. ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് 6 ആണോ 7 ആണോ റൈറ്റ്സ്? അതെ 6. നേരത്തെ എത്ര ഉണ്ടായിരുന്നു? നേരത്തെ 7 എണ്ണം ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം മാറ്റി. അത് ഏതാണ്? ഏത് റൈറ്റ് ആണ് മാറ്റിയത്? റൈറ്റ് ടു പ്രോപ്പർട്ടി ആണോ? യെസ്. റെഡി, ആക്ഷൻ. The moment you give us freedom, we will fight over power, state, religion and language. At the end of it, നിങ്ങളിവിടെ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നതുപോലെ ഈ രാജ്യത്തെ പല പല കൊച്ചു രാജ്യങ്ങളായി തല്ലിപ്പിരിയണമെന്നല്ലേ? ദാറ്റ് ഈസ് യുവർ ഇന്റൻഷൻ. നിങ്ങൾ ഭരിക്കുന്ന ഓരോ രാജ്യവും നാളെ സ്വാതന്ത്ര്യം കിട്ടിയാൽ പുരോഗമിക്കരുതെന്ന നിങ്ങളുടെ ഫ്യൂഡൽ കോംപ്ലക്സ്. അതാണ് ഡിവൈഡ് ആൻഡ് പോളിസി എന്ന ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോളിസിയിലൂടെ മറന്നുപോയി. ഇവളാള് കൊള്ളാമല്ലോ. ഏതായി കുട്ടി? പക്ഷെ നിങ്ങൾ ഇന്ന് ഈ ചെയ്യുന്ന ദ്രോഹം നാളെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയാലും ഇവിടെ ആളിപ്പടരും. ബട്ട് there will be a day that every Indian will realize that there is only one language and one religion. That is patriotism. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിക്കാൻ നേരമില്ല. നീരജ് വരൂ. നീരജിനെ കുടുക്കി എല്ലാവരും കൂടെ അല്ലേ? രക്ഷോട്ടും ഇല്ലായിരുന്നു. എന്താണ് നീരജ വിശേഷങ്ങൾ? നല്ല വിശേഷം. നാട് കാക്കനാട്. ഏത് ഇയറായി? ഞാനിപ്പോ 5, 6 തേർഡ് ഇയർ. തുടങ്ങിയല്ലോ നമുക്ക്. റെഡി അല്ലേ? മൈക്ക് വേണം. അപ്പൊ മൈക്ക് കുറച്ച് ക്ലോസ് ചെയ്ത് പിടിക്കാം. ഓക്കെ, വേണമെങ്കിൽ ഞാൻ ഒരു മിമിക്രി കാണിക്കാം. അപ്പൊ ഞാനിവിടെ കുറച്ച് മൃഗങ്ങളുടെ സൗണ്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് ഓരോന്ന് ചെയ്യുമ്പോൾ നല്ലതാണെങ്കിൽ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ ആദ്യമായിട്ട് ഈ നമ്മുടെ താറാവ് കൂട്ടങ്ങളിലെ ആൺ താറാവ്. അയ്യോ ശേ, അതൊക്കെ കൊറേ കേട്ടിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ ലവ് ബേർഡ്സിന്റെ ഒക്കെ സൗണ്ടാണ്. ഇനി കോഴിക്കുഞ്ഞ്. പിന്നെ ഇനി കോഴിക്ക് പല സൗണ്ട് ഉണ്ടാവും അല്ലേ? അപ്പൊ അഭിനയിക്കാൻ അറിയാം. വിവിധ വികാരങ്ങൾ അലയടിക്കുന്ന ഒരു സമുദ്രമാണ് അവന്റെ മുഖം. ഈ അമ്മക്കോഴി മുട്ടയിട്ട് കഴിയുമ്പോഴത്തേക്കും അതിന് വേറെ ഇച്ചിരി ശൗര്യം കൂടും. അപ്പൊ അതിന്റെ സൗണ്ട് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ആ സൗണ്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് സ്ക്രിപ്റ്റ് അത് മറന്നുപോയി. The moment you give us freedom, we will start fighting for religion, caste and language. And at end of it, നിങ്ങൾ മുന്നേ വന്ന പോലെ അല്ല, നിങ്ങളിവിടെ വരുന്നതിന് മുമ്പ് ഈ രാജ്യം ചെറിയ രാജ്യമായി തല്ലിപ്പിരിയുന്നല്ലേ നിങ്ങൾ കരുതിയത്? ദാറ്റ് ഈസ് യുവർ ഇന്റൻഷൻ. പക്ഷെ നിങ്ങൾ ഭരിക്കുന്ന ഓരോ രാജ്യവും സ്വാതന്ത്ര്യം കിട്ടിയാൽ പുരോഗമിക്കാൻ പാടില്ലെന്നല്ലേ? അത് നിങ്ങളുടെ ചീപ്പ്. സോറി, ഇടയ്ക്ക് വേറെ സിനിമയൊക്കെ വരും. The moment you give us freedom, we'll fight for language, state, religion. And in the end of it, നിങ്ങൾ വരുന്നതിന് മുമ്പ് ഈ രാജ്യം കൊച്ചു രാജ്യങ്ങളായി തല്ലിപ്പിരിയുന്നതല്ലേ? ദാറ്റ് ഈസ് യുവർ ഇന്റൻഷൻ. എനിക്കിട്ട് പണി തരാൻ വേണ്ടി തന്നെ ഇറങ്ങിയിരിക്കണം. ഇതിനൊക്കെ നിന്നോട് ദൈവം ചോദിക്കും. ഇന്ന് നിങ്ങൾ ഭരിക്കുന്ന രാജ്യം നാളെ സ്വാതന്ത്ര്യം കിട്ടിയ പുരോഗമിക്കുന്നല്ലേ? നിങ്ങളുടെ പുരോഗമിക്കാൻ പാടില്ല. ഹിന്ദിയാണ് കേട്ടോ. ഭയങ്കര
പക്ക പേട पर पक्का पपीता पक्का पेड़िया पक्का पपीता पक्के पेड़ को पकड़े पकड़े പറഞ്ഞേ പക്കോട ബാക്കി പറ പുരോഗമിക്കാൻ പാടില്ലെന്നുള്ളതല്ലേ നിങ്ങളുടെ ഫ്യൂഡൽ കോംപ്ലക്സ്. ഇതിനെ നിങ്ങൾ ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള പോളിസിയിൽ നിങ്ങൾ ഇവിടെ മത വൈരാഗ്യത്തിനൊക്കെ വിത്തുകൾ പാകിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചെയ്ത ദ്രോഹത്തിന് വലിയ വില കൊടുക്കേണ്ടി വരും. അങ്ങനെ പ്രാകരുത്, അവന്റെ സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കണമല്ലോ. നിങ്ങൾ ഇന്ന് ഇന്ത്യ വിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ചെയ്യുന്ന ദ്രോഹം നാളെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് ആളിപ്പെടും. സ്വാതന്ത്ര്യം വെറുതെ അതും ഇതൊന്നും പറയണ്ട കേട്ടോ, ആളുകൾ കേട്ടാ നേരാന്ന് വിചാരിക്കുന്നില്ലടാ. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇത് ആളിപ്പടരും. ദിസ് വിൽ ഡിസ്ട്രോയ് ദ കൺട്രി ആൻഡ് യു വിൽ റിയലൈസ് എവരി ഇന്ത്യൻ ഹാസ് ഓൺലി വൺ റിലീജിയൻ, ദാറ്റ് ഈസ് പാട്രിയോട്ടിസം. എന്താണ് പേര്? നന്ദന. നന്ദന. ഞാൻ 5, 6 തേർഡ് ഇയർ. നാട്? ആലപ്പുഴ. ആലപ്പുഴ. ഇതെത്ര പാട്ട് പാടും? ഇല്ല. റെഡി, ആക്ഷൻ. The moment you give us freedom, we fight over religion, state and language. At the end of it, നിങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പുണ്ടായിരുന്നത് പോലെ ഈ രാജ്യം പല രാജ്യങ്ങളായി തല്ലിപ്പിരിയും എന്നല്ലേ? That's your intention. നിങ്ങൾ ഭരിക്കുന്ന ഒരു രാജ്യവും സ്വാതന്ത്ര്യം കിട്ടി പുരോഗമിക്കാൻ പാടില്ല എന്നുള്ളതല്ലേ നിങ്ങളുടെ ഉദ്ദേശം? ഇതിനല്ലേ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോളിസിയുടെ പേരിൽ നിങ്ങൾ മതത്തിന്റെ വൈരാഗ്യം ഇവിടെ വിത്തുകൾ പാകിയിട്ടുള്ളത്. സത്യം പറ, നിങ്ങൾ എന്റെ ജാതകം കയറാൻ കൊണ്ടുപോകുന്നതാണ്. നിങ്ങൾ ചെയ്യുന്ന ദ്രോഹം ഈ രാജ്യത്ത് ആളിപ്പടരും. This will destroy this country, but one day we'll realize India has only one religion, that is patriotism. പിതാ ഫാത്തിമ തുടക്കം മുതൽ എന്നെ വിളിക്കണേ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഞാൻ സ്ക്രിപ്റ്റ് മൊത്തം പഠിച്ചിട്ട് നിൽക്കുകയാണ് അല്ലേ? ഓക്കെ. എവിടെയാണ് നാട്? എവിടെയാണ്? ഇവിടെ ഏത് ഇയറായി? ഇപ്പോൾ തേർഡ് ഇയറായി. ഓക്കെ, തുടങ്ങാം. റെഡി, ആക്ഷൻ. സ്വന്തമായിട്ട് പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അരിച്ചു പറക്കി എനിക്ക് ശ്രമിപ്പിച്ച എന്റെ വീട് The moment you give freedom, ഒന്നോടെ മൈക്ക് പിടിക്കണം, മൈക്ക് കൈ പിടിക്കണം. പേടിച്ചിട്ട് പറയാം. അത് കട്ട് ചെയ്തോളണേ. The moment you give freedom, we start the power, religion, language and state. At the end of this, നിങ്ങൾ വരുന്നതിന് മുമ്പായി ഈ രാജ്യം പല കൊച്ചു രാജ്യങ്ങളായി തല്ലി പിരിയുന്നതല്ലേ? That is your pure intention. നിങ്ങൾ ഭരിക്കുന്ന ഓരോ രാജ്യവും സ്വാതന്ത്ര്യം കിട്ടിയാലും ഓരോ രാജ്യമല്ല, നിങ്ങൾ ഭരിക്കുന്ന ഈ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയാലും സ്വാതന്ത്ര്യം അത് പോയല്ലോ. പുരോഗമിക്കരുത് എന്നല്ലേ? ദാറ്റ് ഇസ് ഫ്യൂഡൽ കോംപ്ലക്സ്. നിങ്ങൾ തെറ്റിക്കോ ഫുള്ള്. നീ എന്നെ കൂടുതൽ മണ്ടനാക്കാടാ. ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോളിസിയുടെ പേരിൽ വൈകാരിത്വത്തിന്റെ വിത്തുകൾ നിങ്ങൾ ഇന്നേ പാറുന്നു. പാകി കാണൂലോ. വയലാറെഴുതുപോലെ നിങ്ങൾ ചെയ്യുന്ന ഈ ദ്രോഹം രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയാലും ആളിപ്പടരും. സ്വാതന്ത്ര്യം, ഫ്രീഡം. This will destroy the world. This will destroy the India. Oh my God. അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? This will destroy the country. One day India will realize that, people of India will realize that there is only one religion, that is patriotism. അതെ, അയാളെ സംഗീതം പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, അയാളൊരു സാധുവാ. അപ്പോ
എല്ലാവരും മനോഹരമായി തന്നെ വളരെ രസകരമായി പെർഫോം ചെയ്തു. ഇതിപ്പോൾ ഫസ്റ്റും സെക്കൻഡും അങ്ങനെയൊന്നും നമ്മൾ കൊടുക്കുന്നില്ല, എങ്കിലും 1-2 പ്രൈസുകൾ നമ്മൾ കൊണ്ടുവന്നത് കാരണം നമ്മൾ 1-2 പേരെ വിളിക്കുന്നുണ്ട്. ചെറിയ ചെറിയ ചില പോയിന്റുകൾ വെച്ചിട്ടാണ്. ഇപ്പോൾ ഫസ്റ്റ് സെക്കൻഡൊന്നും വിളിക്കുന്നില്ല. പക്ഷേ ഞാൻ വിളിക്കാൻ പോകുന്നത് അനീറ്റ. അനീറ്റ സ്ക്രിപ്റ്റൊക്കെ മനോഹരമായി തന്നെ ഡെലിവറി ചെയ്തു. ഭയങ്കര രസകരമായിരുന്നു. ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക ഒരു ചെറിയ ഗിഫ്റ്റ്. യെസ്, ഇനി ഞാൻ വിളിക്കുന്നു അഭിരാമി രാമി. അഭിരാമി സുന്ദരിയാണെന്നറിയാം, എങ്കിലും കൂടുതൽ സുന്ദരി ആകാൻ വേണ്ടിയിട്ടൊരു ഫേഷ്യൽ പാക്കാണ് ബദ്രീസ് നൽകുന്ന പപ്പായ ഫേഷ്യൽ പാക്കാണ്. ഈ എന്തെങ്കിലും മുഖത്തൊക്കെ ബ്ലാക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ പോലും മാറും, അത്ര കൂടുതൽ മിനുസപ്പെടുന്ന രീതിയിലേക്ക് വരും. ഓക്കെ, പിന്നെ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ ഒരു ചെറിയ ഗിഫ്റ്റ്. ഇനി അടുത്ത ഒരാളെ വിളിക്കാൻ പോവാണ്, അഞ്ജലി. അഞ്ജലി മനോഹരമായി തന്നെ പെർഫോം ചെയ്തു. ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക 25,000 ഒരു ഗിഫ്റ്റ് വൗച്ചറാണ്. എപ്പോഴും ആദ്യം ഒരു വേദിയിലേക്ക് കടന്നു വരിക എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റിയാണ്, അതൊരു ഗട്ട്സാണ്. അപ്പോൾ അങ്ങനെ ഈ വേദിയിലേക്ക് ആദ്യം കടന്നു വന്ന ആദിത്യയാണ് ഞാൻ വിളിക്കുന്നത്. ആദിത്യ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക ചെറിയൊരു ഗിഫ്റ്റ്. അടിപൊളിയായി, പാട്ടൊക്കെ കൊള്ളാം. ശ്രീനാരായണ ലോ കോളേജ്, ഞാൻ പറയാതെ തന്നെ കണ്ടല്ലോ കുട്ടികൾ എല്ലാവരും എന്താണ് ഫുൾ എനർജിയിലായിരുന്നു. ഭയങ്കര രസകരമാണ്, നമ്മളൊക്കെയും എൻജോയ് ചെയ്തു. നിങ്ങൾക്കും എപ്പിസോഡ് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇവിടം വിട്ട് പോകുന്നില്ല, ഇനി ഒരു ബാച്ച് റെഡിയായി നിൽക്കുകയാണ്. തൽക്കാലം ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. ഗുഡ് ബൈ.